ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു നാടൻ ചെടിയാണ് കാണിക്കുന്നത്. സൈപ്രസ് വൈൻ എന്ന് ഇതറിയപ്പെടുന്നു. ആകാശമുല്ല എന്ന് ഇതിൻ്റെ മലയാളം പേരാണ്. അതുപോലെ തന്നെ സ്റ്റാർ ഗ്ലോറി പ്ലാന്റ് എന്നും പറയും. ഒരു ബ്യൂട്ടിഫുൾ ക്ലൈംബറാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയായിട്ട് ക്ലൈംബ് ചെയ്ത് വളരും. എൻ്റെ കയ്യിൽ ഇതിൻ്റെ റെഡ് കളർ പ്ലാന്റാണുള്ളത്. സാധാരണയായി ഇതിൻ്റെ വൈറ്റും പിങ്കും ഒക്കെ കണ്ടിട്ടുണ്ട്. ഇതിനെ നമുക്ക് പോട്ടിലും വളർത്താം, മണ്ണിലും വളർത്താം. മണ്ണിൽ വളർത്തുകയാണെങ്കിൽ നല്ല ശക്തിയായിട്ട് വളർന്ന് വലിയ ചെടിയായി വളർന്ന് പന്തലിക്കും. നല്ല പന്തലിട്ട് കൊടുത്താൽ നല്ല ഭംഗിയായിട്ട് നിറയെ പൂക്കളുമായിട്ട് നിൽക്കും. ഇതിൻ്റെ പൂക്കൾക്ക് സുഗന്ധമൊന്നുമില്ല കേട്ടോ, പക്ഷേ നല്ല ഭംഗിയുള്ള ഷേപ്പാണ്. അതായത് സ്റ്റാർ പോലെ പൂക്കൾ നോക്കുമ്പോൾ പറയാം, സ്റ്റാറിൻ്റെ 5 ഇതൾ ഉള്ളതുപോലെ സ്റ്റാർ റെഡ് കളറിൽ നല്ല സ്റ്റാർ പോലെ ഭംഗിയുള്ള ഒരു ചെടിയാണിത്. ഇത് നമുക്ക് പോട്ടിലും വളർത്താം. പോട്ടിൽ വളർത്തി ഞാൻ പോട്ടിലാണ് വെച്ചിരിക്കുന്നതാണ്. പോട്ടിൽ നന്നായിട്ട് നല്ല ഭംഗിയായിട്ടുള്ളത് ആർട്ട് ഷേപ്പിലൊക്കെ വളർത്തിയാൽ നല്ല കാണാൻ നല്ല രസമായിരിക്കും. ഈ ചെടിക്ക് നല്ല സൺലൈറ്റ് ആവശ്യമുണ്ട്, എങ്കിലേ നല്ല പൂക്കൾ കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ ആവശ്യത്തിന് വാട്ടറിങ് വേണം. വെള്ളം ഒഴിച്ചു കൊടുത്താൽ നന്നായിട്ട് പൂക്കളുണ്ടാകും. സാധാരണ ഈ പൂക്കൾ ധാരാളമായി ലഭിക്കുന്നത് മൺസൂൺ കാലത്താണ്. പിന്നെ വെള്ളം ഒഴിക്കണമെങ്കിലും വെള്ളം കെട്ടി നിൽക്കരുത്, എന്നാലത് ചീഞ്ഞു പോകുമല്ലോ. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം വെള്ളം വേണം. ഇത് ഓരോ പൂവിലും സീഡ്സ് ഉണ്ടാകും. ഓരോ പൂവിൽ നിന്നും സീഡ്സ് കിട്ടും. ആ സീഡ്സ് ആണ് നമുക്ക് ഇതിൻ്റെ പ്രൊപ്പഗേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. സീഡ്സ് ഞാൻ കാണിച്ചത് സീഡ്സ് ഉണ്ടാവും. ഈ കറുത്ത സീഡ്സ് ഇതാണ് നമ്മൾ മുളപ്പിച്ചെടുക്കുന്നത്. ഈ മുളപ്പിച്ചെടുത്ത് നമുക്ക് പുതിയ തൈകളുണ്ടാക്കി എടുക്കാൻ പറ്റും. ഈ തൈകൾ നമുക്ക് പല സ്ഥലങ്ങളിലൊക്കെ ഇട്ട് പുതിയ ചെടികളുണ്ടാക്കാം. പോട്ടുകളിൽ പല പോട്ടുകളിൽ വെച്ചാൽ നല്ല ഭംഗിയായിട്ട് വളർന്നു വരും. ഇതിന് കീടശല്യം വളരെ കുറവാണ്. അത്ര കൂടുതലൊന്നും കീടശല്യമില്ല. അതുപോലെ തന്നെ അഥവാ കീടശല്യം ഉണ്ടായാലും, മീലി ബഗ് പോലെയുള്ള കീടശല്യമൊക്കെ ഉണ്ടായാലും നമുക്ക് പേടിക്കേണ്ടതില്ല. കുറച്ച് നീം ഓയിൽ വെള്ളത്തിൽ ചേർത്ത് കലക്കി സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി, കീടശല്യം മാറിപ്പോകും. ഇത് ഒരു വിധത്തിൽ നോക്കി ടോക്സിക്കാണ്. ഡോഗ്സും ക്യാറ്റ്സും ഒക്കെ കടിക്കാതെ നോക്കുന്നത് നല്ലതായിരിക്കും എന്ന് വെച്ച് പിന്നെ എഡിബിൾ അല്ലാന്നേ ഉള്ളൂ. ഒത്തിരി മനുഷ്യന് വളരെ ദോഷം ചെയ്യുന്ന ഒരു പ്ലാന്റൊന്നും അല്ല കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ള ചെടിയാണ്. ഇതിൽ ധാരാളം വിത്തുകളുണ്ടാകും. വിത്തുകളിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത് നമുക്ക് ധാരാളം പൂക്കളും നല്ല ഭംഗിയായിട്ട് വളർന്ന് പന്തൽ പോലെ വളർത്തിയാൽ നല്ല രസമാണ്. ഇത് നമുക്ക് നല്ല ഭംഗിയുള്ള പൂക്കൾ തരുന്നു. സുഗന്ധമില്ലെങ്കിലും അതിൻ്റെ ആ ഡിസൈൻ പൂവിൻ്റെ ആ ഭംഗിയുണ്ട്. നമുക്ക് ഈ ചെടിയെ നമ്മൾ വളരെയധികം ഇഷ്ടപ്പെടും. ഈ ചെടി നിങ്ങൾക്ക് ഇഷ്ടമായോ? ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, മറക്കരുത്. ഇത് പിന്നെ ലോ മെയിൻ്റനൻസ് പ്ലാന്റാണ്. ഒത്തിരി കെയറൊന്നും വേണ്ട. വലിയ കെയറൊന്നും ഇല്ലാതെ തന്നെ ഈ ചെടി വളർന്നു വരും. നല്ല ഭംഗിയാണ്. സീഡ്സൊക്കെ ധാരാളം കിട്ടും. ഇത് ഓൺലൈനായിട്ടൊക്കെ വാങ്ങാൻ കിട്ടുന്ന സീഡ്സാണ് കേട്ടോ. ഞാനങ്ങനെ അല്ല, ഒരു എൻ്റെ പറമ്പിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ടുവന്ന് ഹോട്ടലിൽ വെച്ച് വളർത്തിയതാണ്. അപ്പോൾ കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി പറയുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇനി ഒരു വീഡിയോയുമായി വരുന്നതുവരെ ബായ്.